ഹായ്, സഹകാരി റേസ് പ്ലസിൻ്റെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നോക്ക്, നമ്മുടെ ക്ലാസ് നോക്കിയേ, ഇതൊക്കെ പല മത്സര പരീക്ഷകൾക്കും മിക്കവാറുമുള്ള എല്ലാ പരീക്ഷകളും നോക്കിയേ, ഇതൊരു ചോദ്യം, അടുത്തൊരു ചോദ്യം, കണ്ടില്ലേ? ഇത് മിക്കവാറുമുള്ള പരീക്ഷകൾക്കെല്ലാം ഇങ്ങനെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, കണ്ടില്ലേ? ഇഫ് ഇൻറ്റു മീൻസ് പ്ലസ്, മൈനസ് മീൻസ് ഇൻറ്റു, ഡിവിഷൻ മീൻസ് പ്ലസ്, പ്ലസ് മീൻസ് മൈനസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലങ്ങൾ കൊണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം, ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ചിലപ്പോൾ രണ്ട് ചോദ്യം ചോദിക്കാം. ഇവിടെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മാർക്ക് നമ്മൾ ഉറപ്പിച്ചേ പറ്റൂ. ഇവിടെ മാർക്ക് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇതിൻ്റെ റൂള് നമ്മൾ പഠിക്കണം. എന്തായിരിക്കും ഇതിൻ്റെ റൂള്? യെസ്, വി ബോർഡ് മാത്സ്, അതായത് വലിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എത്ര വലിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് നമുക്ക് ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് ഒരു ഡിജിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു നമ്പറിലേക്ക് നമുക്ക് അതിനെ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. കണ്ടല്ലോ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ സെറ്റാവും. നമ്മൾ 2 പാർട്ട് ക്ലാസ്സുകളാണ് ഇതിനായിട്ട് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ എന്താണ് നമ്മളെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഏത് ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന ക്ലാസ്സിൽ കുറച്ച് ഇതിൻ്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ്, പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് ബോർഡ് മാത്സ് വളരെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ആയതിനു ശേഷം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാലോ. യെസ്, എന്താണ് നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് പോകാമല്ലോ. യെസ്, എത്തിപ്പോയി അല്ലേ? നമുക്ക് പഠിക്കാം. ആദ്യം വി എന്ന് പറയുന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിൻകുലം എന്നാണ്. അപ്പോൾ ഈ നോർമൽ കേസിൽ വിൻകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, നമുക്ക് അങ്ങനെ പഠിക്കാനില്ല, നമ്മളങ്ങനെ വിൻകുലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമുകൾക്ക് വിൻകുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിൻകുലം അല്ലെങ്കിൽ നമുക്ക് അതിനെ ബാർ ബ്രാക്കറ്റ്സ് എന്ന് പറയാം. എന്ന് പറയാം ബാർ ബ്രാക്കറ്റ്സ് എന്ന് പറയാം. എന്താ ഈ ബാർ ബ്രാക്കറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ നമുക്കിങ്ങനെ 8 × 3 + 5 എന്ന് ഒരു നമ്പർ നമുക്ക് തന്നു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം. ഇതിൽ നമുക്ക് 3 + 5 ബാർ ഇട്ട് കഴിഞ്ഞാൽ, ഇതാണ് ബാർ. ഓക്കെ, ബാർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം എന്താണ്? അതേ ചെയ്യാവൂ. ഈ പറയുന്ന ബാർ ഓപ്പറേഷൻ മാത്രമേ ആദ്യം ചെയ്യാവൂ. അപ്പോൾ നമ്മൾ വി ബോർഡ് മാത്സ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം വി എന്താണെന്ന് പറഞ്ഞു? വിൻകുലം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബാർ ബ്രാക്കറ്റ് എന്ന് പറയാം. എന്തുവാ ഈ ബാർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമ്മളൊന്നും നോക്കണ്ട, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ ബാർ എന്ന് പറയുന്ന സിമ്പൽ കേട്ടോ. 8 × 3 + 5 എന്ന് പറയുമ്പോൾ ഈ 3 + 5 ബാർ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഇപ്പം 0.3 ഒരു ബാർ ഇട്ടിരുന്നു എന്ന് വിചാരിച്ചോളൂ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.333 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. പിന്നെന്താ? വി ബോർഡ് മാസ്, അതിൽ ബി എന്ന് പറയുന്ന സാധനത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്താ? ബ്രാക്കറ്റ്. ഇപ്പോൾ ബ്രാക്കറ്റ് നമുക്ക് പലതരത്തിലുള്ള ബ്രാക്കറ്റുകളുണ്ട്. പണ്ട് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, വലിയ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റ് എങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മൾ സർക്കിൾ ടൈപ്പിലുള്ള ഇതുപോലെയുള്ള കേളി ബ്രാക്കറ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ്, സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെഡ് ബ്രാക്കറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എന്താണ് ഇതുപോലെയുള്ള സ്ക്വയർ മോഡലിലുള്ള ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിനും എന്തുണ്ട്,
ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണ്? ഓ ആണ്. അതിനെ ഓഫ് എന്നാണ് പറയുന്നത്. എന്താ ഓഫ് എന്ന് ചോദിച്ചാൽ, അപ്പൊ നോക്ക്, ആദ്യം ബാർ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ബാർ ഇട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഓ ആണ്. എന്താ ഓഫ്? ഓ എന്ന് പറഞ്ഞാൽ ഓഫാ. എന്താ ഓഫ്? ശരിക്കും പറഞ്ഞാൽ ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഓഫ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ സിമ്പൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 6 ഓഫ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 × 7 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത് എന്തുവാ? ഇത്ര കാര്യമേ ഉള്ളൂ. ഈ ഓഫ് എന്തിനെ സൂചിപ്പിക്കുന്നു? മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു. ഈ മൾട്ടിപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താ? ഡിവിഷന് മുന്നേ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക. വിൻകുലം പറഞ്ഞു, ബ്രാക്കറ്റ് പറഞ്ഞു, ഓഫ് പറഞ്ഞു. ഇനി എന്താ? ഡിവിഷൻ. നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു ഇല്ലേ? നമുക്കറിയാം ഡിവിഷൻ ചെയ്യാൻ നമുക്കറിയാം. എന്താണ്? അപ്പോൾ ആദ്യം എന്താണ്? ബാർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഓഫിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? നമ്മൾ ഓഫ് അല്ലെങ്കിൽ നമുക്കിതിനെ ഓർഡർ എന്ന് പറയാം. എന്ത് പറയാം? ഓർഡർ. എന്താ ഓർഡർ എന്ന് പറയാമോ? ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2⁻3 5⁻6 അല്ലെങ്കിൽ 2⁻7 ഇങ്ങനെയൊക്കെ തരുന്നു എങ്കിൽ, നമ്മളെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് കഴിഞ്ഞാലുടൻ ഏത് ചെയ്യണം? ഓഫ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കൃതികളുള്ള എന്താണ്? നമ്പേഴ്സ് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്തിലേക്ക് പോകാവൂ? ഡിവിഷനിലേക്ക് പോകാവൂ. അപ്പോൾ നമ്മൾ ഓർഡർ നോക്കി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഓർഡറിനനുസരിച്ച് നമ്മൾ എത്ര വലിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും എന്ത് ചെയ്യാവൂ? നമ്മൾ ചെയ്യാവൂ. ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? ബാർ ബ്രാക്കറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ്, 3 തരത്തിലുള്ള ബ്രാക്കറ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി അവൻ്റെ ഓർഡർ നമ്മൾ പറയും. പിന്നെ ഞാൻ പറഞ്ഞത് ഓഫ്. എന്താ ഓഫ്? എന്താ? ഡിവിഷന് മുമ്പ് നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഓഫ് എന്ന് പറഞ്ഞു. പിന്നെ എന്തുവാ പറഞ്ഞത്? ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. ഓഫിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഓർഡർ. എന്താ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്? 2⁻3 5⁻6 ഇതുപോലെയുള്ള കൃത്യംഗങ്ങൾ വരുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്യണം. പിന്നെയാണ് നമ്മൾ എന്തിലേക്ക് വരേണ്ടത്? ഡിവിഷൻ. ഇനി നമുക്കറിയാം എന്തുവാ? അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ കേസിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഉള്ളത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പൊ നമ്മൾ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നു എന്ന് വിചാരിച്ചോളൂ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ പോസിറ്റീവ് നമ്പേഴ്സുകളെല്ലാം കൂടെ കൂട്ടുക, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക, വലുതിന്ന് ചെറുത് കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പോയിന്റ്. എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടും, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടും, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് ആരെ ചിഹ്നം കൊടുക്കും? വലുതിന്റെ ചിഹ്നം കൊടുക്കും അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓർഡർ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു വിൻകുലം എന്നാ പറയുന്നത്. വിൻകുലം. അതിന് നമുക്ക് ബാർ ബ്രാക്കറ്റ് കൂടി പറയാം. അപ്പോൾ ആദ്യം ബാർ ബ്രാക്കറ്റ് എന്താണ്? മുകളിൽ വരയുള്ള കണക്കുകൾ. യെസ്, നമ്പേഴ്സിന്റെ മുകളിൽ വര ഉണ്ട് എങ്കിൽ ബാർ ആണത്. ബാർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യാം. പിന്നെ ബ്രാക്കറ്റ്, 3 തരത്തിലുള്ള ബ്രാക്കറ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓഫാണ്. ഓഫ് എന്താണെന്നറിയാം? യെസ്, ഡിവിഷന് മുന്നേ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. വളരെ കൃത്യമായിട്ട് എന്ത് തന്നെ തന്നിരിക്കും? ഓഫ് എന്ന് തന്നെ തന്നിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഓക്കെ, സൗന്ദര്യത്തോടു കൂടി ഓർഡർ എന്ന് പറഞ്ഞു. ഓർഡർ എന്താണെന്നറിയാം? കൃത്യംഗങ്ങൾ വരുന്നു എങ്കിൽ എന്ത് ചെയ്യണം? അത് അവിടെ വെച്ച് ചെയ്യണം. പിന്നെ ഉള്ളത് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടുക, നെഗറ്റീവ് എല്ലാം കൂടെ കൂട്ടുക, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. തീർന്നു. യെസ്. ഇനി നമുക്ക്
നമുക്ക് വിൻകുലം അല്ലെങ്കിൽ ബാർ ബ്രാക്കറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ്. ഓരോ ബ്രാക്കറ്റിന് ഓരോ പേരൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. ഇപ്പൊ നമുക്ക് തൽക്കാലം പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം നമുക്ക് സർക്കിൾ ബ്രാക്കറ്റ് എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ കേളി ബ്രാക്കറ്റ് എന്നൊക്കെ പറയാം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇത്. അതിന് പുറത്തായിരിക്കും എന്ത് വരാൻ പോകുന്നത്? നമ്മുടെ സെറ്റ് ബ്രാക്കറ്റ് വരാൻ പോകുന്നത്. എന്താണ് നമ്മുടെ സെറ്റിന്റെ ഗണത്തിന്റെ മോഡലുള്ള ബ്രാക്കറ്റ് വരാൻ പോകുന്നത്. എന്നാൽ അതിന്റെ പുറത്തായിരിക്കും ആര് വരാൻ പോകുന്നത്? നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്. അതായത് എന്താണ് ഇങ്ങനെ വരുന്ന സ്ക്വയർ ബ്രാക്കറ്റ് വരാൻ. നമുക്ക് അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇപ്പൊ പേരൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓർഡർ മനസ്സിലാക്കുക. ആദ്യം കേളി ബ്രാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ആരുണ്ടെന്ന് പറഞ്ഞു? യെസ്, സെറ്റ് ബ്രാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞു? യെസ്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ 3 തരത്തിലുള്ള ബ്രാക്കറ്റ്, ഇതിനനുസരിച്ചായിരിക്കണം ഓർഡർ. പിന്നെ ഒരു കാര്യം പറയാം, മിക്കവാറും ഉള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും തരുന്നത്. മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ബ്രാക്കറ്റ് കൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ബ്രാക്കറ്റിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 4 കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു, 4 കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു, ബ്രാക്കറ്റ് ഇട്ടിട്ട് 5 എന്ന് ഇട്ടിരുന്നു എങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിനാണ് 4 എന്നിട്ട് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് 5, ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് മീൻ ചെയ്യുന്നത് 4 into 5 എന്ന് മനസ്സിലാക്കണം അല്ലേ. എന്താണെന്ന് മനസ്സിലാക്കണം, 4 into 5 ആണ്. എന്നാൽ ഇങ്ങനെ നോക്കിക്കേ, 4 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 5 ഇട്ട് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അത് 4, ഈ പ്ലസ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്ത് എന്താണ് 4 + 5 ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഇപ്പോൾ 4 എന്നിട്ടതിന് ശേഷം വെറുതെ ബ്രാക്കറ്റ് 5 ആണ് വരുന്നതെങ്കിൽ അത് 4 into 5 എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 4 ഇട്ടിട്ട് ഒരു സിമ്പൽ ഉണ്ട് -5 എന്നാണ് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് 4 - 5 തന്നെ. ഉത്തരം എത്ര വരും? -1 വരും അല്ലേ. അപ്പോൾ അതെന്താണ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കി. 5 + 5 into 2, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് 5 + 5 into 2. അപ്പം നമുക്കറിയാം ഇവിടെ ആദ്യം ഏത് ചെയ്യും? നമ്മൾ നോർമൽ കേസിൽ 5 + 5 10 into 2 20 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? അത് ശരിയാവത്തില്ല അല്ലേ. അപ്പം നമുക്കറിയാം ആദ്യം ആരെ ചെയ്യണം? ബാർ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് നോക്കണം? അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഓഫ് ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഡിവിഷൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആദ്യം ചെയ്യാനുള്ളത് ആരായിരിക്കും? ഈ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ എന്തുമായിരിക്കും നമ്മളെ സ്റ്റെപ്പ്? ആദ്യം 5 + അതുപോലെ തന്നെ ഇട്ടു, 5 into 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അങ്ങനെ ഉത്തരം എത്ര എന്ന് എഴുതണം? 15 എന്ന് എഴുതണം. സിമ്പിളാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യത്തിൽ ഞാൻ വേറെ ഒരു കാര്യം ചെയ്തില്ല. ഒരു ബ്രാക്കറ്റ് എന്ത് ചെയ്തു? അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുത്തു. ഒരു ബ്രാക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ സെയിം ആണ്, പക്ഷെ എന്ത് ചെയ്തു? ഒരു ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്തു? വെറുതെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വിഷയം? ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 5 + 5 ചെയ്തു. എത്ര? 10. അതിനുശേഷം 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 20. കണ്ടോ വ്യത്യാസം? കണ്ടില്ലേ? നമുക്ക് നമ്പേഴ്സ് എല്ലാം സെയിം തന്നെ, 5ഉം 5ഉം 2ഉം. പക്ഷെ എന്താ സിമ്പിൾസിൽ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കിയാൽ ഒരു ബ്രാക്കറ്റ് ഇട്ടപ്പോൾ അതിനുണ്ടായ ചേഞ്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം അല്ലേ. ഇവിടെ എന്തുവാ? ചെറിയൊരു വ്യത്യാസമുള്ളൂ. നേരത്തെ പോലെ തന്നെ ആയിരുന്നു. ഇവിടെ 5 + 5 ഭാഗം 2 വന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യുക അല്ലേ. 5 + 5 ചെയ്യുമ്പോൾ നമുക്കറിയാം 10 കിട്ടും. എന്നിട്ട് ഭാഗിക്കുന്നു 2. അല്ലാതെ ആദ്യ ഭാഗം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? ബ്രാക്കറ്റിനകത്തുള്ള നമ്മളെ ഓർഡർ എന്തുവാ? നമുക്കറിയാം VBODMAS, ബോർഡും വി ബോർഡ് മാസ്. ഇതാണ് നമ്മളെ ഓർഡർ. അപ്പോൾ ഈ ഓർഡറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ബ്രാക്കറ്റ്. വി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെടുക്കാം? ബ്രാക്കറ്റ് എടുക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഉത്തരത്തിൽ എഴുതി 5 എന്നെഴുതി അല്ലേ. ഇനി നോക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 5 + 5 ഡിവൈഡഡ് ബൈ 5. സിമ്പിളായിട്ട് പറയും. എങ്ങനെ? 5 + 5 എത്ര? 10 ആണ്. 10നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 ഉത്തരം. എന്ത് ചെയ്യും? നമ്മൾ എഴുതി വെച്ചിട്ട് പോകും. പക്ഷെ എന്ത് ചെയ്യും? നമുക്ക് തെറ്റിപ്പോകും. എന്തുവാ പ്രശ്നം? യെസ്, ആദ്യം ഇവിടെ ബ്രാക്കറ്റ് വി ഇല്ല, ബി ഇല്ല, ഓഫ് ഇല്ല. അത് ഡിവിഷൻ ഉണ്ട്.
ഇല്ലേ? അപ്പോൾ ഡിവിഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നമുക്കറിയാം 5 എഴുതി, 5നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1 + 1 = എത്ര എന്ന് എഴുതണം? 6 എന്ന് എഴുതണം. കണ്ടോ ആ സ്റ്റെപ്പ് പോകുന്ന പോക്കുണ്ടോ? അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് പ്ലസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡിവിഷൻ ചെയ്യാനുള്ളത് നമ്മൾ ഡിവിഷൻ ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുത്ത സ്റ്റെപ്പ് ചെയ്തു. നോക്കൂ മറ്റൊരു നമ്പർ നോക്കി. 5 of 5 ഡിവിഷൻ 5. ഇവിടെ ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഡിവിഷൻ ആദ്യം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഓർക്കുക, നമ്മളെ ഓർഡർ വി ബോർഡ് മാസ്. വി ഉണ്ട്, വിൻകുലം ഇവിടെ ഇല്ല, പിന്നെ ബ്രാക്കറ്റ് ഇവിടെ ഇല്ല, പക്ഷെ ഓഫ് ഉണ്ട്. എന്താ ഓഫ്? ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഹരിക്കുന്നതിന് മുമ്പ്, ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അതാണ്. അപ്പൊ എന്താ ഡിവിഷൻ? അപ്പൊ ആദ്യം ഈ ഓഫാണ് ചെയ്യേണ്ടത്. എന്താ ഈ ഓഫ് എന്ന് പറഞ്ഞാൽ? 5 × 5, 5 × 5, 5 × 5 25 അല്ലേ? അപ്പൊ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്, ഓഫിനാണ്. ഓഫ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയും നമ്മൾ പറയുള്ളൂ? 5 എന്ന് പറയത്തുള്ളൂ. കണ്ട സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? സെറ്റായി വരുന്നില്ലേ? ഇല്ലേ? അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ ഓരോരോ ചോദ്യങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. ഇപ്പോ ആദ്യം ഒരു ചോദ്യം ഞാനിവിടെ എഴുതിയിട്ട് സമം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളെ ഓർഡർ നമ്മൾ മറക്കണ്ട. എന്താ നമ്മളെ ഓർഡർ? VBODMAS ബോർഡ് മാസ്. സംശയമുള്ളവർ എന്ത് ചെയ്യണം? ഈ ഒരു ഓർഡർ എഴുതി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും കൊടുക്കേണ്ടത്? ഇതിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്. 24 എഴുതി, = 24 എഴുതി, -6 × 3 എഴുതി. ഇനി -18. പോയിന്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്ലാസ് ആദ്യം നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഓർക്കുക. എന്താ നമ്മൾ ആദ്യമായി നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ? നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു അല്ലെ? നമ്പർ സിസ്റ്റം പഠിച്ചു, ഫ്രാക്ഷൻ പഠിച്ചു, നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ആ കണ്ടീഷൻ എല്ലാം ഓർക്കുക. അപ്പൊ നോക്ക്, നമ്മൾ ക്ലാസ്സുകൾ കണക്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആദ്യം പഠിച്ച ആ ടോപ്പിക്ക് കൃത്യമായി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നോക്കണം. എന്തുവാ ആദ്യ സ്റ്റെപ്പ്? എന്തുവാ? ഇതാണ് -18. സിമ്പിളോട് കൂടി വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ അല്ലേ? -18 നമുക്ക് 18/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18നെ 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, 18നെ 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ 3. അപ്പോൾ -18നെ 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം -3. ഇനി 3 - 3 0 നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തായിരിക്കണം നമ്മളെ സ്റ്റെപ്പ്? ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? =24. അടുത്തത് ആരെയായിരിക്കും നമുക്കിവിടെ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമാണ്. അവിടെയും സിമ്പൽ ശ്രദ്ധിക്കണം. എടുക്കുമ്പോൾ തൊട്ടു മുന്നിലെ സിമ്പലോട് കൂടി നമ്മൾ സംഖ്യകളെ എടുക്കണം. -6 × 3. -6 × 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, 6 × 3 18 അപ്പോൾ -6 × 3 ആകുമ്പോൾ -18 -3 സെറ്റായി. ഇനി എന്തുവാ നമ്മളെ പോയിന്റ്? അടുത്ത പോയിന്റ് നമ്മൾ ആലോചിക്കണം. എന്തുവാ നമ്മൾ ആലോചിക്കേണ്ടത്? യെസ്, ഈ പ്രോബ്ലത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? നെഗറ്റീവും പോസിറ്റീവും മാത്രമേ ഉള്ളൂ. ഇവൻ പോസിറ്റീവ്, സിമ്പൽ ഇല്ലെങ്കിൽ അവൻ പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇവൻ പോസിറ്റീവ്, ഇവൻ നെഗറ്റീവ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടി നമ്മൾ എഴുതി വെച്ചു, നെഗറ്റീവ് എല്ലാം കൂടെ നമ്മൾ കൂട്ടുന്നു. നമുക്ക് ആൻസർ കിട്ടി -21 അല്ലെ? 18 3 കൂടെ കൂട്ടുമ്പോൾ 21 -21. ഉത്തരം എത്ര നമ്മൾ എഴുതി? 3 എന്ന് നമുക്ക് കിട്ടി അല്ലേ? സിമ്പിൾ. ഇതിനെ നമ്മൾ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതുപോലെ 24 - 6 × 3
18/6. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഇത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ഇവിടെ -3 കിട്ടണം. ഇനി അടുത്തത് ഇത് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? 24 ഇവിടെ ഉണ്ട്, 24 ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ കിട്ടും -18 കിട്ടും. കണ്ട, ഒറ്റയടിക്ക് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ഇതിൻ്റെ ആൻസറിലേക്ക് ഇതാ ഇവിടെ വരെ എത്താൻ കഴിയും അല്ലേ? ഇനി എന്തുമായിരിക്കും സ്റ്റെപ്പ്? 24 - 21 സമം എത്ര? 3. വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, വലുതിന് ചിഹ്നം 3. കണ്ടോ? അപ്പോൾ ഇത് ബൈ പ്രാക്ടീസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാവൂ? നിങ്ങൾക്ക് സെറ്റാവും. നിങ്ങളൊരു 100ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യം പോലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് തരും? ഈ സഹകാരി റൈസ് പ്ലസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പല മത്സര പരീക്ഷ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തരും അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യം അല്ലേ? കുറേ 3കൾ എന്ത് ചെയ്യുന്നു? എഴുതിയിട്ടിരിക്കുന്നു. ഒരുപാട് 3കളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറേ സിമ്പിൾസും ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഇതിനാദ്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എന്താണ്? ബാർ ബ്രാക്കറ്റ് ഇല്ല, വിൻകുലമില്ല, ബാർ ബ്രാക്കറ്റ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഇല്ല. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത ആരെ പോകണം? നേരെ ഡിവിഷനിലേക്ക് പോകണം. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഏത് ഡിവിഷൻ? ഈ ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ? 3/3 ചെയ്യുമ്പോൾ 1 കിട്ടും. സെറ്റ്. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പലോട് കൂടി -3/3. -3/3 ആകുമ്പോൾ 3/3 എത്രയാണ്? 1 -3/3 ആകുമ്പോൾ എന്താവണം? അത് -1 ആവണം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചെയ്യേണ്ടത്, ഇപ്പം നോക്ക്, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് 3 × 3 ആണ്. 3 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ഇവിടെ ഒരു -3 ഉണ്ട്. അപ്പം നമ്മളെ സ്റ്റെപ്പ് എന്തുവായി? 9 ഉണ്ട്, -1 ഉണ്ട്, അതിനുശേഷം *1 ഉണ്ട്, അതിനുശേഷം -3 ഉണ്ട്. കണ്ട, ഇത്ര സ്റ്റെപ്പാണ്. ഈ ഇൻറ്റു അല്ല, നമുക്ക് -1 നോക്ക്, ഇത് നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് -1 കിട്ടിയത്. അത് കഴിഞ്ഞ് 1 അല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള സിമ്പിൾ 1 അല്ലേ? അപ്പം -1 × 1 അത് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? 9 എന്താണ്? 1 × 1 എത്രയാണ്? 1 ആണ്. -1 -3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 -1 -3 കൂടെ എത്ര കിട്ടണം? യെസ്, -4 കിട്ടണം. ഉത്തരം എത്രയെന്ന് എഴുതാം? 5 എന്ന് എഴുതാം. നോക്ക്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇത് ഒരു 1-2 സ്റ്റെപ്പുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാകുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ നമ്മൾ എഴുതി പഠിക്കണം കേട്ടോ. 3 × 3 -3 /3 × 3 ഡിവിഷൻ 3 -3. ഓക്കെ, മറ്റൊരു സ്റ്റെപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്? ആദ്യം ചെയ്യേണ്ടത് 3 × 3 ഞാൻ അതുപോലെ എഴുതുന്നു. ഇത് ചെയ്തപ്പോൾ -1 × 1 -3. അടുത്തത് ഇത് ചെയ്തപ്പോൾ 9, ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ -1 -3 എത്ര കിട്ടി? 9 - 4 5. ഇനി ചില കേസിൽ, ചില സ്പെസിഫൈഡ് കേസിൻ്റെ കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ കാണുന്ന ഇവിടെ 3/3 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ 4/3 എന്നായിരുന്നുവെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ഡിവിഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. 3 × 3 ആദ്യം 3 × 3 എഴുതി, അത് കഴിഞ്ഞ് -3/3 ഞാൻ എഴുതിക്കൂടെ? 3/3 എന്ന് പറഞ്ഞാൽ 3/3 ആണ്. അങ്ങനെ എഴുതാം. പിന്നെ ഇൻറ്റു വീണ്ടും 3/3 കണ്ട, പിന്നെ -3 ഇങ്ങനെ എഴുതിയാലും വിഷയമില്ല. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് തുല്യമാണ്. 3 × 3 ക്യാൻസൽ ആയിപ്പോൾ 3 × 3 ക്യാൻസൽ ആയപ്പോൾ ഉത്തരം എത്ര കിട്ടും? -1. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് 1 കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ തന്നെ നോക്ക്, 3 × 3 9 ആണ്. 9/9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഉത്തരം എന്തായി? 9 - 1 -3 9 - 4 എത്രയെന്ന് കിട്ടാം? 5 എന്ന് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഡിവിഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ /3 ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടാനുള്ളൊരു സൗകര്യം എന്തെങ്കിലും അവിടെ കാണും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും സംഭവം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പാർട്ട് ക്ലാസ് കൂടി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ ക്ലാസ്സും കൂടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ബോർഡ് മാത്സുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബോർഡ് മാത്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഏത് പ്രോബ്ലം നമ്മൾ ചെയ്താലും, ഇപ്പം നമ്മൾ ഇങ്ങോട്ടുള്ള വർക്ക് ആൻഡ് ടൈം ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്പർ സീരീസ് ആവട്ടെ, ഏത് സാധനം നമ്മൾ പഠിച്ചാലും അതിനകത്തെല്ലാം എന്ത് വേണ്ടി വരും, ബോർഡ് മാത്സ് മിക്കവാറും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വീണ്ടും രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.